Hello everyone, welcome back to Xylem, welcome back to the world of English. So നമ്മുടെ എക്സാം ടൈം ടേബിൾ, ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട പരീക്ഷകളിലൊന്ന് ഇംഗ്ലീഷാണ്. 80 മാർക്കിൻ്റെ എക്സാമാണ്. നമുക്കറിയാം 2 യൂണിറ്റ്സ് ആണ്, 7 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ നേരത്തെ പഠിച്ചു തുടങ്ങുക, നേരത്തെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഒരു അനാലിസിസ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ 3 L's ഓഫ് എംപവർമെൻറ്റിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 70,000-ഓളം വ്യൂസ് ആയിട്ടുണ്ട്. സോ നിങ്ങൾ കാണാത്തവരൊക്കെ കാണുക. ആൻഡ് ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നോക്കൂ, മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മളതിൻ്റെ സമ്മറി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ പഠിക്കുക എന്നുള്ള നിർബന്ധമാണ്. നമ്മൾക്ക് ഇങ്ങനെ തുടങ്ങാം ഈ സാധനം. Match Box is a short story written by the famous Bengali writer Asha Purna Devi. So Match Box is a short story written by whom? Written by the famous Bengali writer Asha Purna Devi. എന്താണ് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്? ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഇൻ യുവർ എക്സാമിനേഷൻ. ശ്രദ്ധിച്ചോളാം. ഷീ കമ്പയർസ് വിമൺ ടു മാച്ച് ബോക്സസ്. ആശാപൂർണ ദേവി സ്ത്രീകളെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മാച്ച് ബോക്സസ് കണ്ടെയ്ൻ ഇനഫ് ഗൺ പൗഡർ ടു മേക്ക് 100 ലങ്കാസ് ബേൺ. അല്ലേ, ഒരു 100 ലങ്കകളെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ഗൺ പൗഡർ ഒരു മാച്ച് ബോക്സിലുണ്ട്. അത് പൊസസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബട്ട് ലൈക്ക് വിമൺ, ദിസ് ഇസ് എ കമ്പാരിസൺ മെയ്ഡ് ബൈ ആശാ പൂർണ ദേവി. നിങ്ങൾക്കിതിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവാം. ഓക്കെ, ബട്ട് ലൈക്ക് വിമൺ ദേ സിറ്റ് അറൗണ്ട് മീക്ലി ഇൻ ദ കിച്ചൺ. പക്ഷെ അവരൊന്നും ചെയ്യാതെ മീക്ലി എവിടെ ഇരിക്കുന്നു? കിച്ചണിലിരിക്കുന്നു, ഡൂയിങ് നത്തിങ്. സോ ഇതാണ് ഈ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്. എങ്ങനെയാണ് ഇത് ഈ കഥയിൽ അപ്ലിക്കബിൾ ആവുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ശ്രദ്ധിച്ചോളാം. Ajit and Nomita live in a joint family in which there are 26 members. So നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അജിത് ആൻഡ് നോമിത, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരെവിടെയാണ്? 26 പേരോടുള്ള ഒരു എന്താ പറയുക ജോയിൻറ്റ് ഫാമിലിയിലാണ് അവർ താമസിക്കുന്നത്. നോമിത finds a twisted and crumbled letter from her husband's pocket. This is where the story begins. This is where the hustle and bustle begins. നോക്കൂ, എന്താണ്? നോമിതയ്ക്ക് തൻ്റെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള, ക്രംബിൾഡ് ആയിട്ടുള്ള, അല്ലേ, ഒരു ചുക്കിച്ചുളിഞ്ഞ ഒരു ലെറ്റർ കിട്ടുന്നു. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹർ മദർ. അത് എഴുതിയത് നോമിതയുടെ അമ്മയാണ്. ആൻഡ് വാസ് അഡ്രസ്ഡ് ടു ഹർ. നോമിതയ്ക്ക് എഴുതിയതാണ്, അജിത്തിന് എഴുതിയതല്ല. പക്ഷെ അത് നോമിതയുടെ കൈ കിട്ടിയിട്ടില്ല. ഇറ്റ് വാസ് എവിഡൻറ്റ് ഫ്രം ദ പോസ്റ്റ് മാർക്ക് ദാറ്റ് ദ ലെറ്റർ ഹാഡ് കം അറ്റ്ലീസ്റ്റ് 3 days ago. ഇറ്റ് വാസ് ക്ലിയർ ഫ്രം ദ പോസ്റ്റ് മാർക്ക് ദാറ്റ് ആ കത്ത് വന്നിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം 3 ദിവസമായി. അജിത് മസ്റ്റ് ഹാവ് ഓപ്പൺ ആൻഡ് റെഡ് ഇറ്റ്. അജിത്ത് ഉറപ്പായിട്ടും ആ കത്ത് വായിച്ചിട്ടുണ്ടാവും, അല്ലേ, തുറന്നിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. ഷീ ഫെൽറ്റ് ഹ്യൂമിലിയേറ്റഡ്. നോമിതയ്ക്ക് ഹ്യൂമിലിയേറ്റ് ആയതുപോലെ തോന്നുവാണ്, തനിക്ക് തന്നെ അപമാനിച്ചതുപോലെ തോന്നുവാണ്. The letter had nothing special other than the usual miseries and complaints from a mother. ആ ലെറ്ററിൽ തൻ്റെ അമ്മയുടെ യൂഷ്വൽ എന്താ പറയുക ദുരിതങ്ങളും പരാതി പറച്ചിലുകളും ഒക്കെ അല്ലാതെ വേറെ ഒന്നുമില്ല. ഷീ നീഡഡ് സം മണി. അവൾക്ക് കുറച്ച് പൈസ വേണമായിരുന്നു. അവൾ സ്ഥിരമായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ നോമിതയുടെ അമ്മ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണത്. Nomita now suspects that Ajit has the habit of opening and reading her letters before passing it to her. ഇപ്പം നോമിത എന്ത് ചെയ്യുന്നുണ്ട്? സംശയിക്കുന്നുണ്ട്, സസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്ത്? തനിക്ക് അഡ്രസ്സ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് തനിക്ക് തരാതെ അല്ലെങ്കിൽ തനിക്ക് മുമ്പ് തുറന്ന് വായിക്കുന്ന ഒരു പതിവ്, ഒരു ശീലം ആർക്കുണ്ട്? അജിത്തിനുണ്ട് എന്ന് സസ്പെക്ട് ചെയ്യുന്നു. നോമിത ഷൗട്ടഡ് അറ്റ് ഹർ ഹസ്ബൻഡ് ആൻഡ് ആസ്ക്ഡ് ഹിം വൈ ഹി ഹാഡ് ഹിഡൻ ദ ലെറ്റർ. നോമിത, ഷീസ് എ വെരി ബ്രേവ് ഇൻഡിപെൻഡൻറ്റ് വുമൺ ഇൻ ദ ബിഗിനിങ്. പക്ഷെ അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ അവൾ ഹസ്ബൻഡ് നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണ് തൻ്റെ കത്ത് തൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒളിപ്പിച്ച് വെച്ചത് അല്ലെങ്കിൽ എടുത്തു വായിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അജിത് ക്ലെയിംഡ് ദാറ്റ് ദർ വാസ് നത്തിങ് റോങ് ഇൻ റീഡിങ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ്. അപ്പം അജിത്ത് ക്ലെയിം ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട്, ഒരു ഭാര്യയുടെ കത്ത് ഭർത്താവ് വായിക്കുന്നതിൽ എന്തില്ല, ദർ ഇസ് നത്തിങ് റോങ്, അതിൽ തെറ്റൊന്നുമില്ല. ബോത്ത് ഓഫ് ദം ക്വാറൽ വിത്ത് ഈച്ച് അതർ. രണ്ടുപേരും ഇത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കി വെക്കുന്നു. അജിത് ഇൻസൾട്ടഡ് ഹർ ബൈ ടെല്ലിങ് ദാറ്റ് ഷീ വാസ് ഓഫ് ലോ ബർത്ത്. അല്ലെ, ലോ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? താഴ്ന്ന ജാതി, താഴ്ന്ന കാസ്റ്റിലാണ് നീ.
നോമിത ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡായിട്ടുള്ള അജിത്ത് നോമിത എന്തിന് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. നോമിത വാസ് സഡൻലി ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. ഇത് കേൾക്കുമ്പോൾ നോമിത ഹ്യൂമിലിയേറ്റഡ് ആവുന്നുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് വാട്ട് ഡിഡ് നോമിത ഡു? ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഷീ ഗ്രാബ്ഡ് എ മാച്ച് ബോക്സ്. കത്തിക്കണമായിരുന്നു, ആരെ? അജിത്തിനെ കത്തിക്കണമായിരുന്നു. ബട്ട് വാട്ട് ഡിഡ് നോമിത ഡു ഇൻസ്റ്റഡ്? ഷീ ഗ്രാബ്ഡ് എ മാച്ച് ബോക്സ്. അവളൊരു മാച്ച് ബോക്സ്, ഒരു തീപ്പെട്ടി എടുത്തു. ലൈറ്റഡ് ഇറ്റ് ആൻഡ് സെറ്റ് ഫയർ ടു ഹർ സാരി. എന്നിട്ട് ഇത് ലൈറ്റ് ചെയ്തു. എന്നിട്ട് സാരിയിൽ എന്ത് ചെയ്തു? തീ കൊളുത്തി. അജിത് പ്രോംലി പുട്ട് ഔട്ട് ദ ഫയർ. അജിത്ത് പ്രോംലി, ഓൺ ടൈം, കൃത്യസമയത്ത് തീ കെടുത്തി. പുട്ട് ഔട്ട് ടു എക്സ്റ്റിങ്വിഷ്, തീ കെടുത്തി. ബട്ട് ഹീ കുഡ് സീ ദ ഫയർ ഓഫ് ആങ്കർ ഓൺ ഹർ ഫേസ്. പക്ഷേ അവളുടെ മുഖത്തുള്ള ആ ഫയർ ഓഫ് ആങ്കർ, ദേഷ്യത്തിൻ്റെ തീജ്വാലകൾ അവന് കാണാമായിരുന്നു. ഓക്കെ, she was frustrated, she was humiliated, okay, and that is why she decided to put an end to her life. And you can always question that decision. Sir, സ്വന്തം ജീവിതം അവസാനിപ്പിക്കണമായിരുന്നോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. സഡൻലി ഷീ ഹേർഡ് ദ സൗണ്ട് ഓഫ് റിനി, ഹർ നീസ്. ആ സമയത്താണ് താഴ്ന്ന റിനിയുടെ, തൻ്റെ നീസിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഷീ റിമൈൻഡഡ് നോമിത ദാറ്റ് ദ വാഷർ മാൻ വാസ് വെയിറ്റിംഗ് ഫോർ ഹർ. റിനി താഴ്ന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നോമിതയെ. വാഷർമാൻ, അലക്കുകാരൻ താഴെ, നോമിത നിന്നെയും കാത്തിരിക്കുന്നുണ്ട്. അലക്കുകാരന് വസ്ത്രങ്ങൾ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയപ്പോഴാണ് ഇതൊക്കെ നടന്നത്. ഫോർ എ ലോങ് ടൈം, അവിടെ ഒരുപാട് നേരമായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നോമിത picked up the dirty clothes and started sorting them. നോമിത എന്ത് ചെയ്തു? ഡേർട്ടി ക്ലോത്ത്സ് ഒക്കെ എടുത്ത് അത് വേർതിരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ തൊട്ട് മുമ്പ് നടന്നത്? തൊട്ട് മുമ്പ് she was about to commit suicide, and now she's pretending that, now she's acting that nothing had happened, everything is normal, everything is okay. Why? Because she doesn't want to show her problem in front of the society, or somehow she knew that the society will always blame her because they will consider that as her mistake. അതുകൊണ്ടൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ നോമിത picked up the dirty clothes and started sorting them. She went downstairs and tried to have a natural look on her face. താഴോട്ട് പോയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ, as if nothing had happened, she behaved very normally. Okay, സോ നമ്മൾ പലപ്പോഴും കാണുന്ന സ്ത്രീകൾ, ഹൗസ് വൈഫ്സ് ഒക്കെ ഇങ്ങനെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പിറകിലൊക്കെ ഇതുപോലെ എന്തുണ്ടാവും? വലിയ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ദ എൽഡർ സിസ്റ്റർ ഇൻ ലോ, മൂത്ത സഹോദരി അല്ലെങ്കിൽ എന്താണ് സിസ്റ്റർ ഇൻ ലോ, നോട്ടീസ് ദ ബേൺ സാരി ഓഫ് നോമിത. നോമിതയുടെ കത്തിയ സാരിയുടെ തുമ്പ് കത്തിയത് അവൾ കണ്ടു. ആൻഡ് ആസ്ക്ഡ് ഹർ ഹൗ ഇറ്റ് ഹാഡ് ഹാപ്പൻ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഷീ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ഹാപ്പൻ വൈ ലിഫ്റ്റിംഗ് എ ഹോട്ട് പോട്ട് ഓഫ് ദ വാട്ടർ. ചൂടുള്ള വെള്ളം അല്ലേ, അതിൻ്റെ പാത്രം പൊക്കുന്ന സമയത്ത് പറ്റിയതാണ്. ഓഫ് ദ സ്റ്റൗവിൽ നിന്ന്. ദെൻ ഷീ സ്റ്റാർട്ടഡ് പീലിംഗ് പൊട്ടാറ്റോസ്. അവൾ പൊട്ടാറ്റോസ് തൊലിക്കാൻ തുടങ്ങി. പ്രിറ്റൻഡിങ് ദാറ്റ് നത്തിങ് ഹാഡ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല എന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റി അജിത് വാസ് എ ജനറസ് മാൻ. സമൂഹത്തിന് മുമ്പിൽ അജിത്ത് ആരായിരുന്നു? അജിത്ത് ഒരു ജനറസ് ആയിട്ടുള്ള, മഹാമനസ്കനായിട്ടുള്ള ആണായിരുന്നു. ആൻഡ് നോമിത വാസ് എ ക്വീൻ. നോമിത അല്ലേ അജിത്തിൻ്റെ ക്വീൻ ആയിരുന്നു, രാജകുമാരിയായിരുന്നു, രാജ്ഞിയായിരുന്നു അല്ലേ. ഇനി നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദ ഓതർ കമ്പയർസ് വിമൻ ടു മാച്ച് ബോക്സസ്. ഓതർ സ്ത്രീയെ മാച്ച് ബോക്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ വിത്തിൻ ദം ടു ബേൺ മെനി തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ കത്തിച്ച് ചാമ്പലാക്കാനുള്ള പൊട്ടൻഷ്യൽ, കഴിവ് അവരുടെ ഉള്ളിലുണ്ട്. ബട്ട് ദേ നെവർ ട്രൈ ടു ബേൺ അവേ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ് ആൻഡ് ലാർജ് ഹാർട്ടഡ്നെസ് അല്ലേ. ആണുങ്ങളുടെ, പുരുഷന്മാരുടെ മഹാമനസ്കതയുടെ മാസ്ക്, മുഖം മൂടി വലിച്ചു കീറാൻ അവരൊരിക്കലും എന്താവുന്നില്ല, തയ്യാറാവുന്നില്ല. ദേ ഡോണ്ട് ബേൺ ഈവൻ ദർ ഓൺ കളർഫുൾ ഷെൽസ്. അവരുടെ പ്രൊട്ടക്റ്റീവ് ഷെൽ അല്ലെ, സ്ത്രീകളുടെ കളർഫുൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഷെല്ലുണ്ട്, അതുപോലും എന്ത് ചെയ്യുന്നില്ല, അവർ പൊളിച്ച് പറക്കാൻ തയ്യാറാവുന്നില്ല. മാൻ നോസ് ദാറ്റ് ദിസ് ഈസ് എ വീക്ക്നെസ് ഓഫ് വുമൺ. സ്ത്രീയുടെ ഒരു ദൗർബല്യം, വീക്ക്നെസ് ആണ് ഇത് എന്ന് പുരുഷൻ നന്നായിട്ട് അറിയാം. സോ ഷീ ഈസ് ട്രീറ്റഡ് കെയർലെസ്ലി ബൈ മാൻ. ഫോർ ദിസ് വെരി സെയിം റീസൺ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ വളരെ കെയർലെസ്ലി ആണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഈസ് എ ഡീറ്റെയിൽഡ് റിവ്യൂ ഓഫ് ദ ചാപ്റ്റർ.
മാച്ച് ബോക്സ്. ഓക്കെ, സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കോഴ്സുകളും ഗ്രാമർ ടോപ്പിക്കുകളും ഒക്കെ ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ലൈവിലും കോണ്ടന്റ് വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾവേസ് സ്റ്റേ ട്യൂൺ, ഗംഭീരമായിട്ടിരിക്കുക. ഇത്തവണത്തെ ഓണപരീക്ഷ നമ്മൾ ഗംഭീരമായിട്ട് തന്നെ പഠിക്കും. നാച്ചു സാർ നിങ്ങളുടെ കൂടെയുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ, നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ, സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിംഗ്. ഹാപ്പി ലേണിംഗ് എവറിബഡി.